فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അബീബർ മനസ്സിലാക്കിയതുപോലെ കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്താൽ നിരപരാധികളായ ആളുകളുടെ മരണത്താൽ രാജ്യം നടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പലപ്പോഴും ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട്, ഈ രൂപത്തിലുള്ള നരഹത്യകൾ കൊണ്ട് രാജ്യത്തുടനീളം ഇസ്ലാമോഫോബിയ പരത്തുവാൻ, ഇസ്ലാം എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള അക്രമങ്ങളുടെ മതമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. എന്നാൽ ഇസ്ലാം എന്ന പദം തന്നെ സമാധാനമെന്നാണ്. അന്യായമായ മനുഷ്യവധത്തെ, കൊലപാതകങ്ങളെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് വളരെ കൃത്യമായി സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഒരു വചനമാണ്. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ ധാരാളം കണക്കിന് ലക്ഷണങ്ങളും അടയാളങ്ങളും പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അവരുടെ ക്വാളിറ്റികളാണ് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെയും മറ്റൊരു ആരാധ്യനെയും വിളിച്ചു തേടാത്തവരാണ്, പ്രാർത്ഥിക്കാത്തവരാണ് അവർ എന്ന് പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യവിശ്വാസികളുടെ ക്വാളിറ്റിയായി പറയുന്നത് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അന്യായമായി ജീവനെടുക്കാത്തവരാണ് അവർ. അല്ലാഹു പവിത്രമാക്കിയ ജീവനെ, അല്ലാഹു പവിത്രമാക്കിയ മനുഷ്യ ജീവനെ അന്യായമായി ഹനിച്ചു കളയാത്തവരാണവർ, വ്യഭിചരിക്കാത്തവരാണവർ എന്നിങ്ങനെ അവരുടെ ലക്ഷണങ്ങളും അടയാളങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം അല്ലാഹു കൂട്ടിച്ചേർക്കുന്നത് വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ. ആരെങ്കിലും അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം അവൻ പ്രവർത്തിച്ചതിന്റെ കുറ്റം, അതിന്റെ ശിക്ഷ അവൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്യായമായ മനുഷ്യവധത്തിൽ നിന്ന്, മനുഷ്യരെ കൊന്നുകളയുക എന്ന ഹീനകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അവർ എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിന് ഇത്രമാത്രം പവിത്രത കൽപ്പിച്ച ഒരു മതം, ഇത്രമാത്രം പവിത്രത കൽപ്പിച്ച ഒരു ദർശനം ഇസ്ലാമല്ലാതെ മറ്റേതാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും
ഇസ്ലാമിക തീവ്രവാദം, ഭീകരവാദം, ഈ രൂപത്തിലുള്ള അക്രമങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ ലേബലിൽ അവതരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനുൽ ഇസ്ലാം ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളെ അപലപിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് നടന്ന ആദ്യമായ കൊലപാതകത്തെ പറ്റി പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ വചനങ്ങളിലൂടെ വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക. പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ആദമിന്റെ മക്കളുടെ വർത്തമാനം സത്യപ്രകാരം അവർക്കത് പറഞ്ഞു കൊടുക്കുക, ഓതിക്കൊടുക്കുക. ഇത് ഖുർബാന, അവർ രണ്ടുപേർ, ആദം നബിയുടെ രണ്ട് മക്കളും ബലികർമ്മം നടത്തിയ സന്ദർഭം. ഒരാളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു, രണ്ടാമത്തെ ആളിൽ നിന്ന് ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചില്ല. ഈ ബലികർമ്മം സ്വീകരിക്കപ്പെടാത്ത ആൾ ബലികർമ്മം സ്വീകരിക്കപ്പെട്ട സഹോദരനോട് അസൂയ വെക്കുകയും അങ്ങനെ തന്റെ സഹോദരനോട് പറയുന്നു, നിശ്ചയമായും ഞാൻ നിന്നെ കൊന്നുകളയും. മറ്റേ മകൻ തിരിച്ചു പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. തഖ്വയോടുകൂടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്റെ അമൽ സ്വീകരിച്ചതിന്റെ പേരിൽ എന്നോട് അസൂയ വെച്ചത് കൊണ്ടോ എന്നെ കൊലപ്പെടുത്തിയത് കൊണ്ടോ കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും പറയുകയാണ്, എന്നെ കൊല്ലാൻ വേണ്ടി നീ നിന്റെ കൈ നീട്ടിയാൽ നിന്നെ തിരിച്ചു കൊല്ലുവാനോ ആക്രമിക്കുവാനോ എന്റെ കൈ ഞാൻ നീട്ടുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുത്തഖിയുടെ നിലപാടതാണ്. എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ നീട്ടിയാലും തന്റെ സഹോദരനോട് പറയുകയാണ്, നിന്നെ തിരിച്ചു കൊല്ലുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ, നിശ്ചയമായും ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ഭയപ്പെടുന്നു. ഇത് പറഞ്ഞിട്ടും വേർപിരിയാതെ വീണ്ടും തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കടന്നു വന്ന തന്റെ സഹോദരനോട് വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വ ഇസ്മിക്, എന്റെ കുറ്റവും നിന്റെ കുറ്റവും പേറിക്കൊണ്ട് നീ മടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫതകൂന മിൻ അസ്ഹാബിന്നാർ, അങ്ങനെ നീ നരകത്തിന്റെ ആളായി തീരും. വദാലിക ജസാഉ ളാലിമീൻ, അതാകുന്നു അക്രമികളുടെ പ്രതിഫലം. ഈ രൂപത്തിൽ ഇത്രയേറെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും തന്റെ സഹോദരനെ കൊന്നുകളയുകയാണ്. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു, അങ്ങനെ തന്റെ മനസ്സ് ആ കൊലപാതകത്തിന് വഴിപ്പെടുകയും തന്റെ സഹോദരനെ കൊന്നുകളയുകയും ചെയ്തു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, ഏറ്റവും വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. ഇതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച കൊലപാതകം എന്ന് പറയുന്നത്. അസൂയ മൂലം തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലുള്ള കൊലപാതകത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അല ബനി ആദമ കിഫ്ലുൻ മിൻ ദമിഹാ വദാലിക ലിഅന്നഹു അവ്വലു മൻ അസന്നൽ ഖത്ൽ. ഏതൊരാളും അക്രമമായി കൊല്ലപ്പെടുന്ന പക്ഷം ആ രക്തം ചിന്തിയതിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു പങ്ക് ആദമിന്റെ ഒന്നാമത്തെ പുത്രന്റെ മേൽ ഇല്ലാതിരിക്കുകയില്ല. കാരണം ഭൂമിയിൽ അവനാണ് കൊല നടപ്പിൽ വരുത്തിയവൻ, അവനാണ് ആദ്യമായി ഭൂമിയിൽ കൊല നടപ്പിൽ വരുത്തിയത്. ഇനി ആരൊക്കെ കൊലപാതകം ചെയ്താലും അതിന്റെ ഒരു പങ്ക് ആദമിന്റെ മകനിൽ എത്തിച്ചേരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവം പഠിപ്പിച്ചെങ്കിൽ എത്രമാത്രമാണ് കൊലപാതകത്തിന്റെ ഗൗരവം ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തിയത്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എത്രത്തോളം എന്നാൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീആ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീആ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിലോ പകരമായി ഒരു ഭരണകൂടം അതല്ലെങ്കിൽ ശിക്ഷയായി കൊണ്ടൊരാളെ കൊന്നുകളയുക എന്നതല്ലാതെ അന്യായമായി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്.
ഇത് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് കലിമ ചൊല്ലാൻ പറഞ്ഞ് കൊല്ലാൻ കഴിയുക? ഇതൊക്കെ നിർമ്മിതികളല്ലേ പ്രിയപ്പെട്ടവരെ? ആ കൊന്നവരല്ല യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുകയും നിരപരാധികളായ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ വെടിയേറ്റ് വീഴുകയും ചെയ്തവൻ അവരാണ് മുസ്ലിം. ആ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ബന്ധുക്കൾ പ്രയാസപ്പെട്ടപ്പോ അവരുടെ പിന്നാലെ നടന്നവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തവരുണ്ടല്ലോ, അവരാണ് മുസ്ലിം. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ദർശനം. ആ കൊന്നവരാരും ഇസ്ലാമിന്റെ ഗണത്തിൽ, മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ പെടുകയില്ല. അൽ മുസ്ലിമു മൻ സലിമ അന്നാസ ബിലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്നാൽ അവൻ ആരാണ്? ജനങ്ങൾക്ക് അവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകുന്നുവെങ്കിൽ അവൻ മാത്രമാണ് മുസ്ലിം, അവനാണ് മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ കരങ്ങൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ഒരു നിലക്കും ഒരു മനുഷ്യനും ഒരു ഉപദ്രവവും വരാത്ത ഒരു ജീവിതം അത് നയിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികളായ ആളുകളെ പേര് ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു കൊലപാതകം ഇത് സത്യവിശ്വാസികൾക്ക്, ഇത് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് ഇസ്ലാമിന്റെ ശൈലിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, പഠിപ്പിച്ചു കൊടുക്കുവാൻ, സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത് ഒരാളെ രക്ഷപ്പെടുത്തിയാൽ അവൻ മനുഷ്യരാശിയെ മുഴുവനും ജീവിപ്പിച്ചതിന് തുല്യമാണ്, മനുഷ്യരാശിയെ മുഴുവനും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണെന്ന് പറഞ്ഞു വെക്കുമ്പോ, ഈ ദീനിന്റെ ദർശനം ഇത് പറയുമ്പോ, ഈ ദീനിന്റെ വക്താക്കൾക്കും പ്രയോക്താക്കൾക്കും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാം ഗൗരവമായി ഇടപെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. عن أبي هريرة عن النبي صلى الله عليه وسلم قال വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് കൂടെ പഠിപ്പിച്ച 7 പാപങ്ങൾ, ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത്, 7 വൻകുറ്റങ്ങൾ, വിനാശകരങ്ങളായ 7 പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞിടത്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണി പറഞ്ഞത് അശ്ശിർകു ബില്ലാഹ്, ഒന്നാമത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. വസ്സിഹ്റു, മാരണം ചെയ്യലാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കണ്ട ജീവനെ ഹനിച്ചു കളയലാണ്, കൊലപാതകം നടത്തലാണ്. വമ്പിച്ച 7 കുറ്റങ്ങളിൽ മൂന്നാമത്തെ കുറ്റമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നാൽ കൊലപാതകം മാത്രമല്ല, തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടുന്നത് പോലും ഇസ്ലാം വിരോധിക്കുകയാണ്. അബീ ഹുറൈറ യഖൂൽ ഖാല അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. ആരെങ്കിലും ഒരായുധം തന്റെ സഹോദരന് നേരെ ചൂണ്ടിക്കാണിച്ചാൽ അവനത് ഉപേക്ഷിക്കുന്ന നിമിഷം വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ആയുധമെടുത്ത് ചൂണ്ടിയാൽ മതി, അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. അവൻ സ്വന്തം സഹോദരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. ഇതാണ്, ഇത്രത്തോളമാണ് ഗൗരവപ്പെട്ട വിഷയമാണെങ്കിൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഒരു നിരപരാധിയെ കൊന്നുകളയാൻ സാധിക്കുക? നബി മൂസ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മറ അഹദുകും ഫി മസ്ജിദിനാ ഔ ഫി സൂഖിനാ വമഅഹു നബ്ലുൻ ഫൽയുംസിക് അലാ നിസാലിഹാ. ആയുധം കൊണ്ട് നടക്കുമ്പോൾ പോലും സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നമ്മുടെ പള്ളിയിലൂടെയോ നമ്മുടെ അങ്ങാടിയിലൂടെയോ ആരെങ്കിലും അമ്പുമായി, ആയുധവുമായി കടന്നു പോവുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ടൊരു പരിക്ക് പറ്റാതിരിക്കാൻ അതിന്റെ മൂർച്ചയുള്ള ഭാഗത്തെ നിങ്ങൾ കൈകൊണ്ട് മറച്ചു പിടിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. ഏത് സമയവും ആയുധവുമായി സഞ്ചരിച്ചിരുന്ന അറബികളോടാണ്. സദാസമയവും അവരുടെ കൈകളിൽ ആയുധമുണ്ടാവും. അങ്ങനെ നടക്കുമ്പോ അറിയാതെ പോലും ഒരാൾക്കൊരു പോറൽ പറ്റരുത് എന്ന് വിചാരിച്ച് അതിന്റെ മൂർച്ചയുള്ള ഭാഗം കവർ ചെയ്യണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയാണ് മറ്റൊരു മനുഷ്യന് വിഷമമുണ്ടാവുന്നതിനെ, മറ്റൊരു മനുഷ്യന് ഉപദ്രവമേൽക്കുന്നതിനെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കാണുന്നതെങ്കിൽ ഈ രൂപത്തിലാണ് ഇസ്ലാമിനെ പൊതുസമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതല്ലാത്തതെല്ലാം നിർമ്മിതികളാണ്, അതല്ലാത്തതെല്ലാം ആസൂത്രിതങ്ങളായ ശ്രമങ്ങളാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള തന്ത്രപൂർവമായ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചെറുക്കുവാനും
അതിനെതിരെ സാമൂഹ്യമായി കൊണ്ട് കൃത്യമായി കൊണ്ട് ഇസ്ലാം ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവം പഠിപ്പിക്കുന്നത് പരലോകത്ത് ആദ്യമായി തീർപ്പുണ്ടാക്കുന്ന വിഷയം പോലും ഈ രൂപത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളാണ്. അനബിയ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم اول ما يقضى بين الناس بالدماء. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പരലോകത്ത് ആദ്യമായി തീർപ്പുണ്ടാക്കുക, പരലോകത്ത് അല്ലാഹു ആദ്യമായി തീർപ്പുണ്ടാക്കുക രക്തച്ചൊരിച്ചിലുകളുടെ പേരിലാണ്, രക്തം ചിന്തിയവരുടെ ഇടയിലാണ് ആദ്യമായി തീർപ്പുണ്ടാക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ എണ്ണി പറഞ്ഞെടുത്ത്, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് നമുക്ക് കാണാം കൊലപാതകം വർദ്ധിക്കുമെന്നതാണ്. അബീ ഹുറൈറത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി لا تذهب الدنيا حتى يأتي على الناس يوم لا يدري القاتل فيما قتل ولا المقتول فيما قتل. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഒരു നാൾ വരുന്നത് വരെ ഈ ലോകം അവസാനിക്കുകയില്ല. അന്ന് കൊല്ലുന്നവൻ അറിയില്ല എന്തിനാണ് താൻ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിന്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്ന്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? എവിടെയെങ്കിലും ഒരു ബോംബ് വർഷിക്കുമ്പോ, എവിടെയെങ്കിലും വെടിവെക്കുമ്പോ എന്തിനാണ് കൊന്നതെന്നോ എന്തിനാണ് താൻ മരിച്ചതെന്നോ രണ്ടു കൂട്ടർക്കും അറിയാത്ത നിലക്ക് എത്രയോ നിരപരാധികളായ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഓരോ ദിവസവും ഓരോ കലാപങ്ങളുടെ പേരിൽ, ഓരോ ഭീകരാക്രമണങ്ങളുടെ പേരിൽ, യുദ്ധത്തിന്റെ പേരിൽ, പലതിന്റെ പേരിൽ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടേഷൻ സംഘങ്ങളായി, രാഷ്ട്രീയ കൊലപാതകങ്ങളായി പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഹീനകൃത്യമാണ് മാറി നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയ വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. കൊലപാതകികളോടുള്ള നിലപാട്, ആ കൊലപാതകത്തിന് ഏത് രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് കൃത്യമായി കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വരച്ചു കാണിക്കുന്നുണ്ട്. ശക്തമായ ശിക്ഷാ നടപടികൾ കൊലപാതകികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ ശിക്ഷ നൽകുവാൻ ഭരണകൂടത്തിന് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തിന്മകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കൊലപാതകയ്ക്ക് വധശിക്ഷ തന്നെ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ തുല്യമായ ശിക്ഷയായി ഇസ്ലാം കണക്കാക്കുന്നത്. ഈ രൂപത്തിൽ കൃത്യമായി കൊണ്ട് ഭരണകൂടങ്ങളാണ്, നീതിപീഠങ്ങളാണ് ശിക്ഷ നിർണയിക്കേണ്ടത്. അതല്ലാതെ ആൾക്കൂട്ടങ്ങൾക്കോ വ്യക്തികൾക്കോ എന്തിന്റെ പേരിലായാലും ആയുധം കയ്യിലെടുക്കുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ കൊന്നതിന്റെ പേരിലാണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും വിഷയത്തിലാണെങ്കിലും ശരി, നീതിപീഠം നിലപാടെടുക്കുക എന്നതല്ലാതെ വ്യക്തികൾ നീതി നടപ്പിലാക്കുന്ന ഒരു രീതി ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനേറെ പറയുന്നു, മറ്റുള്ളവരെ കൊല്ലുക എന്നത് മാത്രമല്ല, സ്വന്തത്തെ കൊന്നുകളയുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, ആത്മഹത്യ അത്രമാത്രം വലിയ കുറ്റകൃത്യമാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ അത് നേരിട്ട് കൊന്നുകളയലാവാം, അല്പാൽപമായി സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ലഹരി പോലുള്ള പദാർത്ഥങ്ങളാവാം. ഏത് രൂപത്തിലാണെങ്കിലും സ്വന്തം ശരീരത്തെ പോലും സംരക്ഷിക്കണമെന്ന്, അതിനെപ്പോലും കൊന്നുകളയരുതെന്ന് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം അത്രമാത്രം പവിത്രമായി ജീവനെ കണക്കാക്കുകയാണ്. ആ രൂപത്തിലുള്ള ഇസ്ലാമിന് എങ്ങനെയാണ് നിരപരാധികളെ കൊന്നുകൊണ്ട് ദീൻ പ്രചരിപ്പിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അണികളോട് നിങ്ങൾ ആളുകളെ കൊന്നുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ ഉണ്ടാക്കുക എന്ന് പറയാൻ സാധിക്കുക? ഇത് പറയുന്നവർക്ക് ദീൻ അറിയില്ല, അവർക്ക് ഇസ്ലാമുമായി കുലബന്ധമില്ല എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് തെറ്റായി പഠിപ്പിക്കുമ്പോൾ അല്ല, നിങ്ങൾ കാണിക്കുന്നതല്ല ഇസ്ലാം എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഭ്രൂണഹത്യ പോലും കൊലപാതകത്തിന്റെ പട്ടികയിൽ ഇടുകയും അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതം. ജീവനോടുകൂടെ കുഞ്ഞുങ്ങളെ കുടിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗൗരവത്തോടു കൂടി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ കൃത്യമായി ബോധനം നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എത്രമാത്രമാണ് ജീവന്റെ വില കൊടുക്കുന്നത്.
ഭ്രൂണഹത്യയെപ്പോലും വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയില്ലേ. ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വചനങ്ങളാണ്, ആശയങ്ങളാണ്, ദർശനങ്ങളാണ് ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അവനെ സംരക്ഷിക്കുന്നതിന്, തന്റെ സഹോദരനെ സംരക്ഷിക്കുന്നതിന് അത്രമാത്രം വലിയ പ്രതിഫലമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നതെങ്കിൽ ആ ഇസ്ലാമിനെയാണ് നാം പ്രതിനിധാനം ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സൂചിപ്പിച്ചത് ഒരു കൊലപാതകവും ഭീകരാക്രമണങ്ങളുടെ പേരിലാണെങ്കിലും ശരി, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും ഒരു കൊലപാതകവും നീതീകരിക്കപ്പെടുന്നതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ബലാത്കാരവുമില്ല എന്നുള്ളതാണ്. നിർബന്ധിച്ചുകൊണ്ടുള്ള ഒരു മതപരിവർത്തനമോ നിർബന്ധിച്ചുകൊണ്ട് ദീനിലേക്ക് കൂട്ടലോ ഇസ്ലാമിലില്ല. ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മിൽ അർപ്പിതമായ കർത്തവ്യം. ആ ദീനിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുവാൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദഅവത്തുമായി മുന്നോട്ട് ഇറങ്ങുകയും അതേ സമയത്ത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഈ രൂപത്തിലുള്ള ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രവർത്തനങ്ങളെ 100% അതിനെ തള്ളിപ്പറയുവാൻ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും മുൻപന്തിയിൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.